ഓരോ അവസരങ്ങളിൽ ആത്മവിശ്വാസത്തോടെ ഉയർത്തിയ കയ്യാ ഇത്. ഇപ്പോഴെന്താ പറ്റിയേ? മനസ്സിന് ശക്തി കൊടുക്ക്. വേണുവേട്ടന് കഴിയും, ഉറപ്പായിട്ടും കഴിയും. വേണ്ട, വേണുവേട്ടൻ നിന്ന് ഒരു വറ്റ സ്വന്തമായി വാരി കഴിക്കാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കഴിക്കില്ല. ഇന്നല്ല, ഇനി ഒരിക്കലും കഴിക്കില്ല. അംബികയുടെ വാശി അറിയാലോ. ഇഷ്ടം പോലെ ചെയ്തോ. എന്റെ വിശപ്പിനും ദാഹത്തിനും വിലയുണ്ടോന്ന് അറിയണമല്ലോ. സന്തോഷായി മോളെ, ശരിക്ക് സന്തോഷായി. ആ വൈദ്യര് ശരിക്ക് സിദ്ധിയുള്ള ആള് തന്നെ. ആ തൈലം എന്തായാലും വേണുവിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇനി അത് നിർത്തണ്ട. നമുക്ക് പോണം ആ വൈദ്യരുടെ അടുത്ത്. ആദിശങ്കറിന്റെ കാലടിക്കടുത്ത ആ ക്ഷേത്രം, തോട്ടുവ ധന്വന്തരി ക്ഷേത്രം. ധന്വന്തരി എന്ന് വെച്ച ആരാ? സാക്ഷാൽ വിഷ്ണു തന്നെ. സർവ്വരോഗങ്ങളും മാറ്റുന്ന ആദി ധന്വന്തരി. ഭഗവാനെ, എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളങ്ങ് വരിക. ഒക്കെ നേരെയാവും. നമുക്കുടനെ തന്നെ അങ്ങ് പോണം. ATM കവർച്ച. മോഷ്ടാവിന് പണമെടുക്കാൻ കഴിഞ്ഞില്ല. ഇവൻ പിന്നെന്തിനാ ഈ പാടൊക്കെ പെട്ടതാവോ? ബാങ്ക് കവർച്ച. പോലീസിന് തുമ്പ് കിട്ടി. 65 കോടിയുടെ തുമ്പ് കിട്ടിയിട്ട് എന്തിനാ? വാഹനാപകടം. കിണറ്റിൽ വീണു മരിച്ചു, കാണാതായി. അടുക്കളയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് യുവതി മരിച്ചു.
ഗ്യാസ് പൊട്ടിത്തെറിച്ച് യുവതി മരിച്ചു. അടുക്കളയിലാണ്. എന്താ ഇവിടെ? എന്താ? അല്ല, നിങ്ങളെന്താ ഈ അടുക്കളയില്? അത് പിന്നെ ജീരവെള്ളം കുടിക്കാനായിട്ടാ. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ അടുക്കള കയറി ജീരവെള്ളം കുടിച്ച എന്താ കുഴപ്പം? ഹലോ. അയ്യോ, ഇങ്ങനെ ചാടിപ്പിടിച്ചൊന്നും എഴുന്നേക്കല്ലേ. എന്തെങ്കിലും പറ്റിപ്പോയി എനിക്ക് പണിയാവേ. നീ എന്തിനാടി വെച്ച എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഭയക്കുന്നത്? ഞാനൊന്നും നിന്നെ ചെയ്യില്ല എന്ന് നിന്നോട് പറഞ്ഞല്ലേ. ഒന്നുമില്ലേലും എന്റെ തള്ള കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുന്നത് നീ ഇങ്ങനൊരു സെറ്റപ്പിൽ വന്ന് പെട്ടതുകൊണ്ടല്ലേ. അത് ഞാൻ മറക്കാവോ? അതെ, ഒരു സംശയം കൊണ്ട് ചോദിക്കാം. ഈ ഗർഭിണി പെണ്ണുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് തുന്നിക്കൊണ്ടിരിക്കണമെന്ന് വല്ല നിയമമുണ്ടോ? അല്ല, ഞാനിങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടേ, അതുകൊണ്ട് ചോദിച്ചാ. പണിയെടുക്കട്ടെ. എന്തായാലും ഒരു ഗർഭിണി ഇങ്ങനെ ഇരുന്ന് തുന്നിക്കൊണ്ടിരിക്കുന്നത് കാണാൻ ഒരു ചേലക്ക ഉണ്ടായിരുന്നു. തുന്നടി. തുന്നുന്നില്ലേ? എങ്കിൽ ഇതങ്ങ് പോറേ. അയ്യോ, കൈ മുറിഞ്ഞോ? അയ്യോ, ചോര ഒടിഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ വരും നിന്റെ ഹരിശങ്കർ അല്ലേ? നിന്റെയൊക്കെ വിരൽ തുമ്പിന്ന് ചോര പൊടിഞ്ഞ ലൈവായിട്ട് മൂപ്പർ അറിയുമല്ലോ. ആഹാ, എന്താ ഉശിര്. ഹരിശങ്കർ ഇപ്പൊ വരുമെന്ന് ഓർത്തിട്ടാ? വരില്ല. അവനെ എന്നെ പൂട്ടാനുള്ള താഴും താക്കോലുമായിട്ട് കുറെ കിഴങ്ങൻ പോലീസുകാരെയും കൂട്ടി പള്ളിപ്പെരുന്നാളിന് പിരിവെടുക്കാൻ നടക്കുന്ന പോലെ നാടൊട്ടുക്ക് നടക്കുക. മക്കളെ, ഒരു ചെറുക്കൻ ഈയിടെയായിട്ട് ഇവിടെ നിന്റെ മണവും പിടിച്ച് ചുറ്റി തിരിയുന്നുണ്ടല്ലോടി. അതാ ഹരിശങ്കര പെങ്ങളെ കെട്ടിയവനല്ലേ? അവന് നീ തമ്മിൽ എന്താ സെറ്റപ്പ്? നീ ആള് കൊള്ളാലോടി. നിന്നെ കുറെ നാള് നമ്മുടെ അർജുനം കൊണ്ട് കിടന്നു. അവന് നിന്നോട് പൊടി പാറിയ പ്രേമമായിരുന്നു. പിന്നെ നീ അവന്റെ അടുത്തുനിന്ന് ഹരിശങ്കറിന്റെ സെറ്റപ്പിലേക്ക് ചാടി. ഈ പരുവത്തിലുമായി.
എന്നിട്ടും ഇപ്പൊ ഹരിശങ്കറിന്റെ പെങ്ങടെ കെട്ടിയോനിട്ട് ലൈൻ വലിക്കാണല്ലേടി. കൊള്ളാം കൊള്ളാം. നമുക്കും വല്ല ചാൻസ് ഉണ്ടോ? അല്ല, ഇത് കഴിഞ്ഞിട്ട് മതി. താനൊന്നിറങ്ങി പോകുന്നുണ്ടോ? ആഹാ, അപ്പൊ ചക്കരയ്ക്ക് നാവുണ്ട്. എന്നിട്ടാണോടി നീ ഇത്രയും നേരം മസിൽ പിടിച്ചു നിന്നത്? മകളെ, ഞാൻ പോയേക്കാം. എന്റെ ആ പൊതി ഇങ്ങെടുത്ത് തന്നേരെ. ചെല്, ഓടിപ്പോയിട്ട് വാ. എടുത്തു തരില്ലേ? വേണ്ട, എവിടെയാ തള്ള വെച്ചെന്ന് പറഞ്ഞാ മതി, ഞാൻ എടുത്തോളാം. ആ പൊതിയില് എന്റെ ഒരു ചെറിയ കത്തിയുണ്ട്. അതുകൊണ്ട് ചേട്ടൻ ഒരാളെ ഇങ്ങനെ കുത്തി കുത്തി കൊല്ലാനുള്ളതാ. അതും കഴിഞ്ഞ് ഞാനങ്ങ് പോക്കോളാം. വേഗം ആവട്ടെ. ആ, അതെവിടെയാന്ന് പറ ചക്കരേ. പറയടി. നേരെ ചോദിച്ച നീ പറയില്ലല്ലടി പോതെ. നീയും നിന്റെ ഒരു ഹരിശങ്കറും ഞെക്കി കൊല്ലു ഞാൻ. പറയടി. പറയാ. ഒച്ചെടുത്ത തള്ളയാണ് ഞാൻ നോക്കില്ല. ചവിട്ടി കൊല്ലു ഞാൻ. കൊല്ലടാ, നീ എന്നെ കൊല്ല്. അതോടെ തീർന്നല്ലോ നിന്നെ പ്രസവിച്ചതിന്റെ മഹാഭാവം. മോളെ, ഫോൺ എടുത്ത് ഹരിസാറിനെ വിളിക്കേ. ഇവിടുന്ന് ഒരു അടി അനങ്ങിയാണുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ചെന്നെടുത്തതാളെ, ഞാൻ തന്നാ പൊതി, ഞാൻ പൊക്കോളാം. അതിലുള്ള കാശ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. പക്ഷെ എനിക്ക് എന്റെ ടൂള് കിട്ടണം. എന്തിനാടാ ഇനിയും ആളുകളെ കൊല്ലാനോ? ഞാൻ തരില്ല നിനക്ക്. കളിക്കല്ലേ. വേണമെങ്കിൽ ഒരു അടി കൂടി നിങ്ങൾ എന്നെ അടിച്ചോ. എന്നിട്ട് എന്റെ ടൂളിങ് എടുത്താ. എന്നെ കൊന്നാലും നിനക്കത് കിട്ടാൻ പോണില്ല. മോനെ, ചെയ്തു കൂട്ടിയ മഹാഭാവങ്ങളൊക്കെ പോരെ നിനക്ക്. ഇനി എന്തിനാടാ ഇങ്ങനെ ഒരു ജീവിതം? എന്റെ പൊന്നു മോനെ, വേണ്ടടാ. ഒരു ദിവസമെങ്കിലും നീ ഒരു മനുഷ്യനായിട്ട് ജീവിക്കേ. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ തള്ള, ഞാൻ ഒരു വട്ടം കൂടി വരും. അന്നേരം എനിക്ക് എന്റെ ആയുധം കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, ഈ രഘു ആരാണെന്ന് അപ്പ അറിയും. പൊന്ന കിളവി. അമ്മണിയമ്മേ, എന്റെ ഈശ്വരന്മാരെ, ഇതൊക്കെ കാണാനും മാത്രം എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? അമ്മണിയമ്മേ, അമ്മണിയമ്മേ പറഞ്ഞു. സാറേ, അവൻ വന്നിരുന്നു സാറേ, രഘു. എന്നിട്ട് എന്താ ഉണ്ടായേ? അവൻ ഉപദ്രവിച്ചോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ആ പണം അവന് തിരികെ കൊടുക്കാൻ പറഞ്ഞായിരുന്നു ബഹളം. അത് കൊടുത്താ അവൻ ഇവിടുന്ന് പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞു. നോ, ആ പണം അവന് കൊടുക്കരുത്. ഇവിടുന്ന് പോയാൽ പിന്നെ അവനെ കിട്ടില്ല. അതിനനുവദിക്കരുത്. അനുവദിച്ചാ അമ്മണിയമ്മയ്ക്ക് അറിയാലോ, മറ്റൊരിടത്ത് ഇനിയും പലരെ അവൻ കൊന്നുവന്നിരിക്കും. ഇനിയും കേസുകൾ ഉണ്ടാക്കിയാൽ അവൻ ചിലപ്പോൾ പുറം ലോകം കണ്ടുവന്നു വരില്ല. ഞാൻ പറഞ്ഞത് അമ്മണിയമ്മയ്ക്ക് മനസ്സിലായല്ലോ. ഇനിയും കേസുകൾ ഉണ്ടാക്കി പോലീസിന്റെ പിടിയിൽ രഘു പെട്ടാൽ പിന്നെ നിയമം വിധിക്കുന്ന മരണശിക്ഷയായിരിക്കും. ഇല്ല സാറേ, ഞാൻ ആ പണം കൊടുക്കില്ല. ഗുഡ്. അവൻ ആ പണം ചോദിച്ച് ഇനിയും വരണം. അതാ നമുക്കും വേണ്ടത്. സാർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? മൈന ആകെ സങ്കടത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് നല്ലതല്ലല്ലോ സാറേ. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ വരാം മണിയമ്മേ.
ആ അമ്മണിയമ്മേ, ഞാൻ വിളിക്കാട്ടോ. എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്. യെസ്, ഹരിശങ്കർ. ആ എന്താ ജോർജ്? രഘു അവിടെ ചെന്നിരുന്നു. അവൻ ഇനിയും ചെല്ലുമെന്ന് അറിഞ്ഞത്. അവൻ ഒരു കാരണവശാലും ഇവിടം വിട്ടു പോകരുത്. ഓക്കെ? വയ്ക്കൂ. ഹരി, എന്തായി ഹരി? ലീവ് എടുത്തു. അത് വേണം ഗൗരി. എനിക്ക് ഒന്നിനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ജോലി ചെയ്യുന്ന ഓഫീസേഴ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമ്മൾ എന്തിനാ വെറുതെ? ഒരു ലോങ് ലീവ് എന്ന് കേട്ടപ്പോ എന്റെ സാർ അത് ആദ്യം അംഗീകരിച്ചില്ല. അത് വേണ്ടായിരുന്നു ഹരി. മാനസ, മൈന, അവരാ മനസ്സ് മുഴുവൻ. കേൾക്കുന്നവർ കളിയാക്കി ചിരിക്കുമായിരിക്കും. ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഓഫീസർ കുടുംബ പ്രശ്നങ്ങളിൽപ്പെട്ട് ലോങ് ലീവ് എടുത്ത് മാറി നിൽക്കാമെന്നും പറഞ്ഞ് ചിരിക്കട്ടെ. ഹരിശങ്കർ എന്നും മറ്റേത് പദവിയേക്കാളും സന്തോഷം തന്നിരുന്നത് എന്റെ മാനസയുടെയും മൈനയുടെയും ഏട്ടൻ എന്ന പദവിയാ. അവരോടുള്ള സ്നേഹത്തെക്കാൾ വലുതല്ല ഗൗരി എനിക്ക് മറ്റൊന്നും. കാണുന്നവർക്ക് ചെറുതായിരിക്കാം, പക്ഷേ എന്റെ ഈ ലോകം വലുത് തന്നെയാ. മൈനയുടെ അടുത്ത് പോയിരുന്നോ? ഇല്ല, പോയില്ല. അമ്മണിയമ്മ വിളിച്ചിരുന്നു. രഘു അവിടെ ചെന്നിരുന്നു എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൻ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. ജയിൽ ചാടി വന്നവനല്ലേ. ഒരുപാട് ദൂരേക്ക് പോകാനും മാത്രമുള്ള അവസ്ഥയിലായിരിക്കില്ല അവൻ. അല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ അവനെ പിടിച്ചു നിർത്താനും സഹായിക്കാനും മറ്റാരോ ഉണ്ട്. അതൊരിക്കലും അമ്മണിയമ്മയല്ല. അവന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഒന്നുമില്ല. പിന്നെ കണ്ടുപിടിക്കണം. ഹരിശങ്കർ ലോങ് ലീവ് എടുത്ത് വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. താൻ കണ്ടോ, ലീവിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ രഘുവിനെ തിരികെ ജയിലിലടക്കി ഞാൻ. മാനസ ഉറങ്ങ. സിദ്ധാർത്ഥനോ? അകത്തുണ്ട്. പുറത്തു പോയില്ലേ അവൻ? ഇല്ല. തന്നോട് വല്ലതും സംസാരിച്ചോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും നല്ല ടെൻഷനുണ്ട് സിദ്ധുവിന്റെ മുഖത്ത്. ഇല്ലാതിരിക്കോ ഹരി? നമ്മൾ എത്ര തടഞ്ഞാലും മൈനയുടെ ഉള്ളില്. ഗൗരി, നമുക്ക് ആ വിഷയം വിടാം. മാനസ, അവളെ മാത്രം ഓർത്താ മതി. ഇവിടെ ഈ വീട്ടിൽ ഡോക്ടർ പറഞ്ഞ നീയും കേട്ടതല്ലേ? ശാന്തമായൊരു തടാകം പോലെയാ മാനസയുടെ മനസ്സിപ്പോ. അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ഇലത്തുമ്പ് വീണാ മതി അതിൽ ഓളങ്ങളുണ്ടാവാൻ. ദേ, മാനസയെ നമുക്ക് നഷ്ടപ്പെടരുത്. അതിനുവേണ്ടി പലതും നമ്മൾ സഹിക്കേണ്ടി വരും. അവൾ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് പറയുന്നുവോ അതാണ് ശരിയെന്ന് സമ്മതിച്ചു കൊടുത്തേക്കണം. ഗൗരി, ചിലപ്പോ നിനക്ക് സഹിക്കാനാവാത്ത വാക്കുകൾ വരെ അവൾ പറഞ്ഞെന്നിരിക്കും. എന്നെ ക്രൂരമായി കുറ്റപ്പെടുത്തിയെന്നിരിക്കും. പ്രതികരിക്കരുത്. നീ തളർന്നു പോകരുത്. ഞാൻ നോക്കിക്കോളാം ഹരി. എന്റെ തെറ്റുകൊണ്ടൊരിക്കലും മനസ്സ് അസ്വസ്ഥയാവില്ല. കണ്ണ് കലങ്ങല്ലേ. വാ.
ധീം